ചീസ് ഞാൻ. ഹായ് ഹായ് അക്കു സാനിയപ്പൻ ഇങ്ങടാ സത്യം പറ്റിക്കണല്ല അല്ലടാ. ഹായ് 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 ഹായ്. എന്താ നിങ്ങളുടെ പേരെന്താ? പേരെന്തായിരുന്നു? എന്റെ അമ്മനെ കാണിച്ചത്. അറിയാം കണ്ടിട്ടുണ്ട്. വാടി. ഓക്കെ, ഇനി നിങ്ങൾ സംസാരിക്കാം. പേരെന്താണ്? കീർത്തി. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്നോട്? ചുമ്മാ അയച്ചാണോ അല്ലെങ്കിൽ? ഷോക്കായിപ്പോ എല്ലാവരും. എനിവേ താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ റിയാക്ഷൻ കണ്ടിട്ട് ഞാൻ ഭയങ്കര ഓവർവെൽഡ് ആയിട്ട് നിങ്ങളുടെ റിയാക്ഷൻ കണ്ടിട്ട്. കൊറേ പേർക്ക് ഇതുപോലെ അയക്കുമെങ്കിലും ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല ആരും. അപ്പൊ ഞാൻ ആക്സെപ്റ്റ് ചെയ്യില്ല എന്ന് ഓർത്തിരിക്കണേന്ന്. അപ്പൊ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്തപ്പോ ഭയങ്കര ഷോക്കായിപ്പോയി. ഓ താങ്ക് യു സോ മച്ച്. എന്താ ചെയ്യുന്നേ കീർത്തി? എന്താ ചെയ്യുന്നേ? കീർത്തി മോഡലാണ്. ഞാൻ ഹൗസ് വൈഫാണ്. 2 കുട്ടികളുണ്ട്. പിന്നെ എന്താ ലോക്ക്ഡൌൺ ആയിട്ട് എന്താ പരിപാടികൾ? എന്താ വെറുതെ ഇരിക്കണം. ഞാൻ വീട്ടില് വന്നേക്ക്. ഓക്കെ ഓക്കെ. അപ്പൊ ശരി, താങ്ക് യു സോ മച്ച്. ഹലോ ഹായ്. ഹായ്. ഞാൻ വെറുതെ ട്രൈ ചെയ്തതാട്ടോ. ഇത് കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വെച്ചു. Wow, I could see you. I'm really overwhelmed. I can't believe it. This reaction means a lot. Like ഇങ്ങനെ പെട്ടെന്ന് ബട്ട് ചിലവര് റിക്വസ്റ്റ് വിടും പെട്ടെന്ന് ടെൻഷൻ ആയിട്ട് കട്ട് ചെയ്താണ്. സോ ഐ എം ഗ്ലാഡ് താൻ കട്ട് ചെയ്തില്ല. എനിവേ, എന്താണ് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്നോട്? എന്താ ലോക്ക്ഡൌൺ വിശേഷങ്ങൾ എന്താണ്? അത്രയും ഇപ്പൊ കറന്റ് സിറ്റുവേഷൻ അനുസരിച്ച് അതേ ചോദിക്കാൻ പറ്റുള്ളൂ. കറന്റ് സിറ്റുവേഷൻ ലൈക്ക് എല്ലാവരും പോലെ തന്നെ വി ഡിഡ്ന്റ് എക്സ്പെക്ട് ദിസ് അല്ലേ അഗൈൻ ഈ ഒരു കാര്യം വരും എന്നുള്ളത്. ബട്ട് നമ്മളിത് ഓവർകം ചെയ്യും. ബട്ട് പെട്ടെന്ന് നമ്മൾ വീണ്ടും പഴയ പോലെ ആയി വന്നു കഴിഞ്ഞ് വീണ്ടും ബാക്ക് ടു ലോക്ക്ഡൌൺ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഐ കുഡന്റ് ടേക്ക് ഇറ്റ്. ബിക്കോസ് ഞാൻ ട്രിപ്പിനൊക്കെ പോയി കഴിഞ്ഞ് വന്ന് പെട്ടെന്നായിരുന്നു ലോക്ക്ഡൌൺ വീണ്ടും പറഞ്ഞത്. സോ ഞാനിപ്പോ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെയാണ്. ഞാൻ എല്ലാരും കൂടെ ഒരു ഫ്ലാറ്റിൽ താമസിക്കുകയാണ്. സോ ഇങ്ങനെ റീൽ വീഡിയോസ് നിങ്ങളെയൊക്കെ തന്നെ ഇങ്ങനെ എന്റർടൈൻ ചെയ്യിക്കാൻ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ രാവിലെ എന്തെങ്കിലും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. സോ അതൊക്കെയാണ് എന്റെ ലോക്ക്ഡൌൺ പരിപാടീസ്. എന്താണ് ഫെമിയുടെ എന്റെ വർക്ക് ചെയ്യുന്നു, ഇങ്ങനെ പോകുന്നു. ഫ്രൈഡേ മൺഡേ ടു ഫ്രൈഡേ, സാറ്റർഡേ സൺഡേ പിന്നെ വീട്ടിൽ ചിലതിന്റെ പണി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. ദാറ്റ്സ് ഇറ്റ്. എന്താ ജോലിയാ ചെയ്യുന്നത് അപ്പൊ? ഞാൻ ഓഡിറ്റ് അസോസിയേറ്റ് ആയിട്ട് KPMG വർക്ക് ചെയ്യുക. സോ വേർ ആർ യു ഫ്രം? ഇവിടെ കൊച്ചിയാണോ അല്ലെങ്കിൽ? അല്ലല്ല, ബാംഗ്ലൂർ. ബാംഗ്ലൂർ. ഓക്കെ ഓക്കെ. അപ്പൊ നാട്ടിലെവിടെയാ? നാട്ടില് തൃശ്ശൂർ. തൃശ്ശൂർ. ഓക്കെ. അപ്പൊ ഇങ്ങോട്ട് വരാൻ നോക്കിയായിരുന്നോ അല്ലെങ്കിൽ ബാംഗ്ലൂർ തന്നെയാണോ വർക്ക് ആയതുകൊണ്ട്? അല്ലല്ല, ഞാൻ ഇവിടെ ബോൺ ആൻഡ് ബോട്ടപ്പ് ആണ്. അപ്പൊ ഇടയ്ക്ക് നാട്ടിൽ വരാം. ഓക്കെ. അപ്പൊ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും വേറെ ചോദിക്കാറുണ്ടോ? പിന്നെ സാനിയുടെ നെക്സ്റ്റ് യൂട്യൂബ് വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ലോക്ക്ഡൌൺ ആയോണ്ട്
ഇല്ലല്ല, ഞാൻ ആക്ച്വലി ഞാൻ ഇന്നിപ്പോ ഡേ ഇൻ മൈ ലൈഫ് കുറെ നാളായിട്ട് എല്ലാവരും ചോദിക്കുന്ന. അപ്പൊ ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാരും കൂടി ഇവിടെ എന്തൊക്കെയാ ചെയ്യുന്നുള്ള ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഇന്ന് മാക്സിമം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സോ ഹോപ്പ്ഫുള്ളി വെരി സൂൺ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്റെ ചാനലില്. ഓക്കെ Okay. Yeah, sure. ഓക്കെ, താങ്ക് യു ഫെമി, താങ്ക് യു സോ Yeah, മച്ച്. thank you so much for giving an opportunity. So, yeah, bye. Yeah. യെസ്, താങ്ക് യു ഫെമി. അപ്പോ ഫെമീനെ കഴിഞ്ഞു. സോ സാമേട്ടൻ അതിന്റെ ഇടയ്ക്ക് വന്നിട്ട് മൈ ബേബി എന്നൊക്കെ പറഞ്ഞു പോയി. സാമേട്ട ബൈ, ഞാൻ ലൈവ് വീഡിയോയിലായിരുന്നു, അപ്പൊ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയില്ല, ഐ എം സോറി. ഇനി രണ്ടുപേർക്കും കൂടെ ചാൻസ് ഉണ്ട്. ഓക്കെ, രണ്ടുപേർക്ക് ചാൻസ് ഉണ്ട്. ഞാൻ ആരെ ആഡ് ചെയ്യണം എന്ന് ആലോചിക്കാം. ഓക്കെ, ആരെ ആഡ് ചെയ്യണം, ആരെ ആഡ് ചെയ്യണം, ആരെ ആഡ് ചെയ്യണം, ആരെ ആഡ് ചെയ്യും, ആരെ ആഡ് ചെയ്യും, ആരെ ആഡ് ചെയ്യും. കൺഫ്യൂസ്ഡ്, ആരെ ആഡ് ചെയ്യണമെന്ന്. സോറി, സോറി, ഇത്ര ഡിലേ വരുന്നത്. കൊറേ റിക്വസ്റ്റ് വരുന്നുണ്ട്. ഞാൻ ഇങ്ങനെ തപ്പി തപ്പിയാ നോക്കുന്നത്, ലൈക്ക് ആരെ സെലക്ട് ചെയ്യണം എന്ന്. ഓ, എനിക്ക് ഒട്ടും അറിയാത്ത ഒരാൾ എനിക്ക് റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട്. സോ ഞാൻ ആളെ ആഡ് ചെയ്യാം. Oh my God. Hi. Who is this? Who is this? This is me. ആരാ? Hello. Pius, hello. Can you hear me? You stuck. Piusന്റെ connection പോയതാണോ? No. Hello. Yeah. Hi. Hello. Yes. എന്താ ചെയ്തേ? എന്തോ എന്താ ഇത്? ആ? എന്താ ഇത്? Guys! 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 I'm so sorry about that. ഇവിടെ ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ താമസിക്കുന്നതെന്ന് പറഞ്ഞില്ല. സോ അതുകൊണ്ടാണ് എല്ലാവരും കിടന്ന് ഭയങ്കര ഒച്ചയൊക്കെ. എനിക്ക് പയസിന്റെ കണക്ഷൻ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. നമ്മൾക്ക് പയസിനെ കാണാൻ പറ്റുന്നില്ല. പയസ് ഫുൾ ലോഡിങ്ങിലാണ്. സോ ഞാൻ ലൈവ് തുടങ്ങിയപ്പോ തൊട്ട് എല്ലാം പുവർ കണക്ഷൻ ആണല്ലോ. ദൈവമേ, പയസ് എന്റെ ഒരു ഗുഡ് ഫ്രണ്ട് ആണ്. പയസ് നിങ്ങളിപ്പോ കണ്ടത് എന്റെ ഫ്രണ്ടിനെയാണ്. സോ ആൾക്ക് ആക്ച്വലി ബിയേർഡ് ഒക്കെ ഉണ്ടായിരുന്നു, താടിയും എല്ലാം കൂടെ. സോ ഞാൻ ആദ്യമായിട്ട് ഫുൾ ഷേവ് ചെയ്ത് കാണുന്നു. സോ അത് ഞാൻ പെട്ടെന്ന് ഷോക്കായി. സോ അതെന്റെ ഫ്രണ്ട് ആണ്, ഞാൻ ആഡ് ചെയ്യുന്നില്ല രണ്ടുപേരുടെ ഇതില്. സോ ഞാൻ ആരെ ആഡ് ചെയ്യും? പ്ലീസ് ഇനി റിക്വസ്റ്റ് അയക്കുന്നവര് കൂടെ ഐ മീൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പ്ലീസ് അയക്കുക. ഓർ പ്ലീസ് ചുമ്മാ അയക്കരുത്. ഹലോ, ഹലോ.
Like seriously. ആഡ് ചെയ്യും ഞാൻ പോവും. പിന്നെ എന്തിനാ നിങ്ങള് റിക്വസ്റ്റ് അയക്കുന്നത്? ഓക്കെ, പയസ് വീണ്ടും റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. പയസ് ഐ ഷുവർ നെറ്റിന് പ്രോബ്ലം ഇല്ലേ ഇപ്പൊ? I'm gonna add you again. Okay, let's see. We're good this time. Perfect. Okay. Yes. How you been? I'm good. How are you, Payas? Good. Not bad. Long time. എങ്ങനെയുണ്ട് അവിടെ ലോക്ക്ഡൌൺ ഇല്ലല്ലോ? No, lockdown till June 7th. June 7th. Yeah, extend ചെയ്തു. നമുക്ക് ഇവിടെ 30 വരെ ഇവിടെ തോന്നുന്നു കേട്ടോ. മിക്കവാറും അതും എക്സ്റ്റെൻഡ് ചെയ്യും. എന്താണ് പരിപാടി ലോക്ക്ഡൌൺ ആയിട്ട്? ഐ തിങ്ക് വെയിറ്റ് ഒക്കെ കുറഞ്ഞു തോന്നുന്നു അല്ലേ? സ്ലിം ആയി വീണ്ടും. അതെ, താടി കളഞ്ഞതാ. പറയൂ, വിശേഷം പറയൂ. How are you? വിശേഷം, yeah, it's good, yeah, it's good. ഞാൻ പയസ് എന്തായാലും ആൾക്കാരെ എന്റർടൈൻ ചെയ്തിരിക്കണം. സോ എന്തായാലും ടൈം ഉണ്ട്. സോ എന്റെയും പയസിന്റെയും ഒരു വലിയ സ്റ്റോറി ഞാൻ ഷോർട്ട് ആക്കി ഞാൻ എല്ലാവർക്കും പറഞ്ഞു. സോ ഗൈസ്, ഇത് പയസ് ആഡം പല്ലിൽ. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ നോക്കി കാണാം. ഹി ഈസ് എ സ്റ്റൈലിസ്റ്റ്. മിന്ത്രയാണ് അല്ലെ പയസ്? അവിടെ എന്ത് പൊസിഷനിലാണുള്ളത്? No, I'm out now. Now I'm a freelancer. It's been a while. Okay. Time to update. It's alright. Okay, so ഞാൻ സ്റ്റോറി പറയാം ആൾക്കാരോട്. എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ പയസിനെ ഇൻസ്റ്റഗ്രാമില് ഐ തിങ്ക് രജീഷയുടെ പിക്ചേഴ്സ് അല്ലേ, യു ഡിഡ് എ ഷൂട്ട് വിത്ത് രജീഷ വിജയൻ. സോ രജീഷ വിജയന്റെ പിക്ചേഴ്സ് കണ്ടിട്ട് ഞാൻ പയസിന് മെസ്സേജ് ചെയ്തു ഇൻസ്റ്റഗ്രാമില്, എനിക്കിങ്ങനെ ഫോട്ടോഷൂട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഡേറ്റ് ഫിക്സ് ചെയ്തു. അതിന്റെ ഇടയിൽ കുറെ ഉണ്ട്, ഞാനൊന്നും പറയുന്നില്ല, ഞാൻ ജസ്റ്റ് ഷോർട്ടാക്കി പറയാം. ഞാൻ ബാംഗ്ലൂർ എന്റെ അമ്മയായിട്ട് പോയി ഷൂട്ടിന് വേണ്ടിയിട്ട്. സോ എന്റെ കൂടെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നീതു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങള് അവിടെ എത്തി. നെക്സ്റ്റ് ഡേ ഞങ്ങൾക്ക് ട്രയൽ ഉണ്ടായിരുന്നു, ഡ്രസ് ഫിറ്റിംഗ് ട്രയലിന് വേണ്ടിയിട്ട് മിന്ത്രന്റെ ഓഫീസിലാണ് പോയത്. സോ പയസിന് ഞാൻ ജസ്റ്റ് ഈ ഇൻസ്റ്റഗ്രാമിലും ഫോണിലൂടെ ഉള്ള കോണ്ടാക്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ പയസിനെ കണ്ടപ്പോ ഞാൻ വിളിച്ചു, ഹിന്ദിക്കാരനോ മലയാളി ആന്ന് എനിക്ക് ഒട്ടും ഞാൻ കണ്ടാൽ പറയില്ല. ഇപ്പൊ കുറച്ചും കൂടെ മാറി, പക്ഷെ ആ സമയത്ത് ഒട്ടും പറയില്ല മലയാളിയാന്ന്. സോ ഞാൻ പയസ് ആണെങ്കിൽ ഒരു കൂളേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്, ഭയങ്കര ആപ്റ്റിറ്റ്യൂഡ്. എന്റെ അടുത്ത് വന്നിട്ട് ഇംഗ്ലീഷിൽ കുറെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാനപ്പോ ഏത് ഈ ജാടപ്പയ്യൻ എന്നൊക്കെ പറയുന്നുണ്ട്. ലിഫ്റ്റിൽ കയറിയപ്പോ ലിഫ്റ്റിൽ നമ്മളിങ്ങനെ സോറി എനിക്കൊരു കോൾ വന്നു. സോ നമ്മൾ ലിഫ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഞാൻ ഇങ്ങനെ എന്റെ ഫ്രണ്ടിനോട് പറയുന്നുണ്ട്, ഇവൻ ആരാന്ന് ഇവന്റെ വിചാരം, എന്തൊരു ജാടയാ, ലൈക്ക് ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യണെന്നൊക്കെ പറയും. ഞാൻ മലയാളത്തിൽ എന്റെ ഫ്രണ്ടിനോട് പറയുന്നുണ്ട്. ബിക്കോസ് ഞാൻ വിചാരിച്ചു ആള് ഇവിടെ നല്ല എന്നുള്ള രീതിയിൽ വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫിറ്റിംഗ് റൂമില് ഡ്രസ്സ് ട്രൈ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, പയസ് എവിടെ നിന്നാന്നൊക്കെ ചോദിക്കണം ഇംഗ്ലീഷില്. അപ്പത്തേക്കും പയസ് പെട്ടെന്ന് ഞാൻ കോട്ടയത്ത് നിന്നാണ് മലയാളത്തിൽ പറഞ്ഞ സെക്കൻഡ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞിട്ട് ട്രയൽ റൂമിന് പുറത്ത് വന്നിട്ട് ചോദിച്ചു, അപ്പൊ മലയാളിയാണല്ലേ, മലയാളം സംസാരിക്കും? ഞാൻ സംസാരിച്ച മലയാളല്ലേ. അതുപോലൊരു ഓക്വേർഡ് സീൻ എന്റെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ബിക്കോസ് അതിനുശേഷം ഞാൻ എപ്പോഴും ഞാൻ നോക്കും മലയാളി ആണോ അല്ലയോ. ബിക്കോസ് ഞാൻ അന്ന് ലിഫ്റ്റില് കുറെ എന്തൊക്കെയോ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞു. But I'm so sorry. I didn't know. As the saying goes, do not judge the book by its cover. Yeah. But I swear guys, പയസ് അത്രയും ജാട കാണിച്ചോണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അതെ ജാട കാണിച്ചു. ഒരു ട്രയൽസിന് വന്നതേ 5 കുട്ടി പട്ടാളം പിള്ളേരൊക്കെ പിടിച്ചോണ്ടാണ് വന്നത് ട്രയൽസിന് വേണ്ടി. എത്ര വയസ്സായിരുന്നു? എനിക്ക് 15 അല്ല 16. I think you were 16. Not Instagram. I would like to do a shoot with you in the partner. I was like, okay, cool. When can we connect?
ഫോൺ വെച്ചപ്പോഴത്തേക്ക് ആക്ച്വലി ഐ ഹാവ് എക്സാം ഗോയിങ് ഓൺ. ഫോൺ ഡാഡ് മോമിന്റെ കൈ കൊടുത്തിട്ടായിരിക്കും ഞാൻ തിരിച്ച് വിളിക്കാൻ എക്സാം കഴിയുമ്പോൾ. I was like, oh, how old are you again? And that's when I realized that she was 15. But yeah, Sanya, honestly, I know it's been a long journey for you, and I still remember, how I don't know if you remember, but then I how you would grow. You would grow into someone really good. സ്റ്റാർട്ടിങ് സ്റ്റേജ് തൊട്ട് കണ്ടിട്ടുണ്ട് പയസ്. ഐ തിങ്ക് എന്റെ ഫസ്റ്റ് അങ്ങനത്തെ ഒരു ഷൂട്ട് ആഫ്റ്റർ ക്വീൻ, എന്റെ സിനിമ ഇറങ്ങിയതിനു ശേഷം എന്റെ പ്രൊഫൈലിൽ ഇപ്പോഴും ഏറ്റവും താഴെ പോയാൽ എന്റെ ഫസ്റ്റ് ഫാഷൻ ഷൂട്ട് പയസിന്റെ ആണ്. Yeah, I mean, it's been a while since we shooted, but we were supposed to do a shoot. After lockdown, yeah. We were supposed to shoot. I mean, the last time I came Kochi on the but yeah, time was a constraint. Ella, are you at home now? Wait, ഇല്ല, ഞാൻ ആക്ച്വലി ഫ്രണ്ട്സിന്റെ കൂടെയാ. ഞാൻ യാമീൻ അറിയില്ല, ഞങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ചാ നിൽക്കുന്നത്. ബിക്കോസ് ഓഫ് ലോക്ക്ഡൌൺ വീട്ടിലിരുന്ന് ഇവിടെ ആകുമ്പോ വിൽ ഡു സംതിങ്. അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. Yeah, tell Amachi that I can't wait to come have her പഴംപൊരി. ഞാൻ നാട്ടിൽ പോയപ്പോഴത്തേക്ക് അമ്മച്ചി എനിക്ക് വേണ്ടി മാത്രമേ പഴംപൊരി ഉണ്ടാക്കി. ബിക്കോസ് Tanya told her that പായസിന് പഴംപൊരി ഇഷ്ടം. So she made പഴംപൊരീസ് for me. വീട്ടിൽ എത്തിട്ട് അവിടെ ഉള്ള എല്ലാ പഴംപൊരി എന്നെ കൊണ്ട് തിരിച്ചേ. ബിക്കോസ് ലാസ്റ്റ് മിനിറ്റ് പഴംപൊരി വേണമെന്ന് പറഞ്ഞിട്ട് എന്റെ അമ്മൂമ്മ പാവം ഉണ്ടാക്കിയത്. സോ ഞാൻ എല്ലാം കഴിപ്പിച്ചു പൈസനൊക്കെ ഉണ്ട്. അതെ, പഴംപൊരിയും കോഫിയും കഴിച്ചു. How's Oscar doing? I want to show you someone. Okay. Oscar, you got Oscar, right? I'll show you someone. I have someone. ഞാൻ ഓസ്കറിനെ കണ്ടിട്ട് ഒരു മാസമായി. ആണോ? Yeah, it's been like 18 days ഞാൻ ഇവരുടെ കൂടെ. സോ ഞാൻ കണ്ടിട്ട് ലോക്ക്ഡൌൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഞാൻ ഇവിടെയാ. So പപ്പി മേടിച്ചോ? This is come here. What? Oh. Okay. I'll show you. ഏത് breed ആണ്? Okay, this is American Bully. What? No, Diesel. Diesel, say hi. കണ്ടോ? കണ്ടു. ഞാൻ വിചാരിച്ചു ഓസ്കറിനെ പോലെ ഏതോ ക്യൂട്ട് പപ്പീനെ എനിക്ക് കാണിച്ചു തരാൻ പോകുന്നു. അതുകൊണ്ട് I have a Shih Tzu as well. താഴെ ഉണ്ട്. But right now ഇപ്പൊ എവിടെ വീട്ടിലാണോ അല്ലെങ്കിൽ മറ്റേ ഫ്ലാറ്റിലാണോ? Yes, very hyper ആണ്. Still a baby. Okay, this filter ഒക്കെ മാറിപ്പോയി. Oops, sorry. Okay, yeah. ഇതൊക്കെ എപ്പോ മേടിച്ചു? ഇത് ലോക്ക്ഡൌൺ തുടങ്ങുന്ന മുമ്പ് തുടങ്ങിയതാ. ഇതിപ്പോ വീട്ടിലാണോ അല്ലെങ്കിൽ വന്നോ? വീട്ടിൽ തന്നെയാ. There you go. Hi. Yeah, this is. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഫ്രാൻസിസ് എന്ന് പറയണ. അവന് സാനിയനെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഓക്കെ, താങ്ക് യു. Bye. Thank you. So that's it. അപ്പൊ ഞാൻ അത്യാവശ്യം നിങ്ങളായിട്ട് നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്തു എന്നാണ് എന്റെ വിശ്വാസം. മാക്സിമം ഞാൻ കുറെ പേരെ ആഡ് ചെയ്യാൻ ശ്രമിച്ചു. ആഡ് ചെയ്യാൻ ശ്രമിച്ചവരൊക്കെ ചിലവരൊക്കെ ഡിക്ലൈൻ ചെയ്തു, ചിലവരൊക്കെ ആഡായി. എനിവേ, താങ്ക് യു സോ മച്ച്. ഇത്രയും ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ലോങ് ലൈവ് പോകുന്നത്. എനിവേ, ലൈവ് ഇത്ര നേരം കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞാൻ എന്റെ ലൈവിൽ എന്റെ കൂടെ വന്ന എല്ലാവർക്കും ബിഗ് kisses. Yeah, thank you so much guys. ഇനിയും കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇതുപോലെ ഇന്ററാക്ടിങ് ആയി സെക്ഷൻ ലൈവ് ഞാൻ എന്തായാലും വരുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു സംഭവം. ലൈവ് ഞാൻ കുറെ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ വരുന്നത്. So anyway, bye guys, I love you all. Take care.